നമസ്കാരം. പതിരും കതിരും. യുയുത്സുവിനെ രാജ്യമേൽപ്പിച്ച് മോക്ഷകാംക്ഷികളായി മരപുരി അണിഞ്ഞ് പാണ്ഡവരും ദ്രൗപദിയും മഹാപ്രസ്ഥാനത്തിനായി പുറപ്പെട്ടു. അർജുനൻ ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമുദ്രത്തിൽ ഉപേക്ഷിച്ചു. യാത്രാമധ്യേ ഓരോരുത്തരായി വീണു. അവസാനം യുധിഷ്ഠിരനും ഒരു നായയും മാത്രം ശേഷിച്ചു. സ്വർഗത്തിലെ രാജാവായ ഇന്ദ്രൻ യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് ആനയിക്കാനായി രഥവുമായി കാത്തുനിന്നു. മഹാഭാരതത്തിലെ 17ാമത്തെ പർവമായ മഹാപ്രസ്ഥാന പർവം ഇപ്പോഴോർക്കാൻ കാരണം നമ്മുടെ BJP അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. BJP എന്ന മഹാപ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഒരൊറ്റ മാധ്യമപ്രവർത്തനയും വെറുതെ വിടില്ലത്രേ. ഏത് കൊമ്പത്തിരിക്കുന്നവനെയും സുരേന്ദ്രൻ കുലുക്കി താഴെയിടും. താൻ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടിരിക്കുകയാണെന്നും കൂടെയുള്ളവരെല്ലാം വീഴുമെന്നും കേന്ദ്രം ഒരു ദേവരഥം അയച്ച് തന്നെ ഉടലോടെ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പാവം സുരേന്ദ്രൻ ധരിച്ചു വശായിരിക്കുന്നു. കാരണം സുരേന്ദ്രൻ ധർമ്മപുത്രനാണല്ലോ. BJP ഒരു മഹാപ്രസ്ഥാനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ പ്രസ്ഥാനത്തെ തകർക്കാൻ മാധ്യമപ്രവർത്തകർ വേണ്ട സാറേ, കെ സുരേന്ദ്രൻ മാത്രം മതി. പാർട്ടി ശത്രുക്കൾ പ്രസ്ഥാനത്തെ തകർക്കുന്നുവെന്ന് സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അതിനു മറുപടിയായി MN വിജയൻ മാഷ് പറഞ്ഞത് പാർട്ടിയെ തകർക്കാൻ അതിൻ്റെ മാനേജർ സഖാവ് മാത്രം മതി എന്നായിരുന്നു. മരം വെട്ടറിയാത്തതിന് കോടാലിയെ തെറിവിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ കെ സുരേന്ദ്ര? അനൈക്യവും ആഭ്യന്തര പ്രശ്നങ്ങളും കേരളത്തിലെ BJPയെ മുൻപേ ഉലച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര കടുത്ത സാമ്പത്തിക ആരോപണങ്ങൾ ആരും നേരിട്ടിട്ടില്ല ഈ സുരേന്ദ്രനെ പോലെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 5000-ത്തിലധികം വോട്ട് കൃഷ്ണകുമാറിന് നഷ്ടമായി എന്നത് പകൽ പോലെ സത്യമാണ്. മാധ്യമപ്രവർത്തകർ ഇടങ്കോലിട്ട് വോട്ട് കുറച്ചതാണ് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഇഷ്ടക്കാരെ കെട്ടിപ്പിടിച്ചും അല്ലാത്തവരെ തട്ടിയകറ്റിയും സുരേന്ദ്രൻ താമരയിലങ്ങ് വാഴുകയാണെന്നാണ് മറ്റു നേതാക്കന്മാരുടെയും BJP കൗൺസിലർമാരുടെയും പരാതി. BJPയുടെ മുതിർന്ന നേതാവ് ശിവരാജനും നഗരസഭാ കൗൺസിലറുമെല്ലാം സുരേന്ദ്രനെ പ്രസ്താവനകളുടെ പ്രതിരോധത്തിലാക്കി. സന്ദീപ് വാര്യർ പാലക്കാട്ട് താമരത്തണ്ട് ഒടിച്ചതോടെ സുരേന്ദ്രൻ കലിപ്പിലായി. മാധ്യമപ്രവർത്തകർ പ്രസ്ഥാനത്തെ കരിവാരി തേക്കുകയാണത്രേ. ഈ പ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ സുരേന്ദ്രൻ തന്നെ ധാരാളമാണ്. കൊടകര കുഴൽപ്പണക്കേസ് മാത്രം മതിയല്ലോ സുരേന്ദ്രൻ്റെ പച്ചവേഷത്തെ കരിവേഷമാക്കാൻ. സുരേന്ദ്രൻ്റെ ഭീഷണി വന്ന ശേഷം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം ഒളിച്ചിരിക്കുകയാണ്. ഒറ്റ ഒരുത്തനെ പുറത്തു കാണാനില്ല. പല ചാനലുകളിലെയും ന്യൂസ് റൂം പൂട്ടിപ്പോയതാണ് അറിവ്. മാധ്യമപ്രവർത്തകരുടെ വീടുകളെല്ലാം അടച്ചിട്ട നിലയിലാണ്. മാപ്രകൾ കരഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ ഏതോ ദിക്കിലേക്ക് ഓടിപ്പോകുന്നതായി കേട്ടവരുണ്ട്. സുരേന്ദ്രന് ഇഷ്ടമുള്ള 3 ചാനലുകളെ ഇപ്പോൾ ഓടുന്നുള്ളൂ. അവരെല്ലാം സുരേന്ദ്ര ഗീതങ്ങളുടെ ആലാപനമാണ് നടത്തുന്നത്. തൻ്റെ പൊന്നു വിച്ചളയായതിന് തട്ടാനെ പഴിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ സുരേന്ദ്ര? നിങ്ങളെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ല എന്ന് എത്രയോ തവണ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. പറ്റുന്നത് ഭീഷണി മാത്രമാണ്. കഴിഞ്ഞ 8 കൊല്ലമായി പിണറായി വിജയൻ്റെ മൂക്ക് പിറച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകനും പണി നിർത്തിപ്പോയതായി അറിവില്ല. പിന്നല്ലേ സുരേന്ദ്രൻ? കൊമ്പത്തിരിക്കുന്നവരെയൊക്കെ താഴെ ഇറക്കാൻ പോയ നിലമ്പൂർ കടുവ ദേ പുല്ല് തിന്ന് വിശന്നു വലഞ്ഞ് തെക്കുവടക്ക് നടക്കുന്നു. മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ സുരേന്ദ്രൻ നേരിട്ടാകുമോ ഇറങ്ങുന്നത്? അതോ ആരെയെങ്കിലും പറഞ്ഞയക്കുകയാണോ? സന്ദീപ് പറയും പോലെ ഇന്നോവ പറഞ്ഞു വിടുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ MP രാജേഷും പിന്നിലെ സീറ്റിൽ സുരേന്ദ്രനുമായിരിക്കുമോ? സുരേന്ദ്രനേക്കാൾ എത്രയോ ഭേദമാണ് സത്യത്തിൽ ഈ പിണറായി വിജയൻ. അറിഞ്ഞിരുന്നില്ല ആ നന്മ. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതല്ലാതെ നിന്നെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് നേരിട്ട് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ ഗോവിന്ദൻ പറഞ്ഞായിരുന്നു മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന്. ഗോവിന്ദൻ്റെ ഭരണം അങ്ങ് പാർട്ടിയിൽ മതിയെന്ന് മനോരമ ഒരൊറ്റ എഡിറ്റോറിയൽ എഴുതിയതോടെ ഗോവിന്ദൻ്റെ ഗ്യാസ് പോയി. മലയാളപ്പുഴ എന്ന് പറയാതെ തലസ്ഥാനത്തോ കോഴിക്കോട്ടോ തൃശ്ശൂരോ ഒരു വാർത്താസമ്മേളനം നടത്തി ഭീഷണി മുഴക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഗുമ്മൊക്കെ കിട്ടുമായിരുന്നു സുരേന്ദ്ര. പാർട്ടിയെപ്പറ്റി മോശം പറഞ്ഞാൽ ഏത് കൊമ്പത്തിരിക്കുന്നവരെയും കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ചൊവ്വാഴ്ച വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന കേട്ടായിരുന്നു. BJP അലവലാതി പാർട്ടി എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മനോരമ അത് കാര്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കെ സുരേന്ദ്രൻ്റെ കാര്യപ്രാപ്തിയെപ്പറ്റി തനിക്ക് അറിയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കളഞ്ഞു. എന്താ സുരേന്ദ്ര,
കൈകാര്യം ചെയ്യാൻ കണിച്ചുകുളങ്ങരയിലേക്ക് പോകുന്നില്ലേ? ഒരു ഗവർണർ പ്രതിപക്ഷത്തിനു വേണ്ടി ചെയ്ത പണിയുടെ 4/1 ഈ കെ സുരേന്ദ്രൻ പിണറായി സത്തിനെതിരെ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ടോ? ശീതീകരിച്ച മുറിയിലിരുന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങളല്ലാതെ കെ സുരേന്ദ്രൻ ഒരു നാടിനു വേണ്ടി കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് നയിച്ച സമരമേതാ എന്ന് ഒന്ന് പറഞ്ഞു തരാമോ? പ്രായം നോക്കാതെ മാധ്യമപ്രവർത്തകരെ എടാ പോടാ എന്ന് വിളിക്കുന്ന സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തിന് ഒരലങ്കാരമായി അവിടെ തന്നെ ശോഭിക്കട്ടെ.